പൂരാവേശത്തിൽ തന്നെയാണ് പൂരനഗരി. മഠത്തിൽ വരവ് കഴിഞ്ഞു. ഇനിയിപ്പോൾ 2:30 ഇലഞ്ചിത്തറ മേളത്തിനായി കാത്തിരിക്കുകയാണ് പൂരപ്രേമികൾ. ഒരുപക്ഷെ വല്ലാത്ത ഒരു ദുഃഖത്തിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇത്തവണത്തെ പൂരം ആഘോഷിക്കുന്നത്. എന്നാൽ പോലും പൂരപ്രേമികൾക്ക് ആവേശത്തിന് ഒട്ടും കുറവില്ല. എല്ലാവരും ഒരുപക്ഷെ ഈ ചൂടിന് അവഗണിച്ച് വലിയ തരത്തിൽ ആണ് ആളുകൾ അവിടെ പൂരപ്രേമികൾ എത്തുകയും ചെയ്തത്. ഇപ്പോൾ പൂരനഗരിയിൽ നിന്നും ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എന്താണ് ആദ്യഘട്ട ചടങ്ങുകൾ? മഠത്തിൽ വരവ് ഉൾപ്പെടെ കഴിഞ്ഞു. ഇനി ഇലഞ്ഞിത്തറ മേളമാണ്. വൈകുന്നേരത്ത് 15 ആനകൾ മാത്രം അണിനിരക്കുന്ന 15 മിനിറ്റ് നേരമുള്ള കുടമാറ്റം. എന്താണ് പൂരനഗരിയിൽ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശേഷങ്ങൾ? സിജു, മഠത്തിൽ വരവിൻ്റെയും തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മഠത്തിൽ വരവും ഒപ്പം പാറമേക്കാവ് വിഭാഗത്തിൻ്റെ പാണ്ഡിമേളവും ഇത് രണ്ടുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മഠത്തിലൊരു പഞ്ചവാദ്യം അല്പസമയത്തിനകം അവസാനിച്ച് അത് പാണ്ഡിമേളമായി മാറും. അങ്ങനെ രണ്ട് കൂട്ടരുടെയും മേളമാണ് പിന്നീട് നടക്കുക. ഈ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മഠത്തിൽ വരവ് 11:30 ആരംഭിച്ചത്. കോങ്ങാട് മധുവിൻ്റെ പ്രമാണത്തിലാണ് പഞ്ചവാദ്യം അരങ്ങേറിയത്. അത് നായക്കനാലിലെത്തുമ്പോൾ അത് മേളമായി മാറും. പിന്നീട് ചെണ്ടമേളമായി ക്ഷേത്ര മതിൽക്കകത്ത്, അതായത് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് അത് കൊട്ടി കലാശിക്കും. അങ്ങനെയാണ് ഇന്നത്തെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ചടങ്ങ്. അതേസമയം സമാന്തരമായി തന്നെ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ മേളം അവിടെ 12 മണിയോടെ ആരംഭിച്ചതാണ്. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. പാറമേക്കാവ് മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാണ് നേതൃത്വം നൽകുന്നത്. അത് അല്പസമയത്തിനകം തന്നെ അത് ക്ഷേത്രത്തിനകത്ത് വെച്ച് അത് കൊട്ടി കലാശിക്കും. പിന്നീടാണ് വളരെ പ്രശസ്തമായ ഇലഞ്ഞിത്തറ മേളം, പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കുന്നത് 2:30 കിഴക്കൂട്ട് അനിയന്മാരുടെ പ്രമാണത്തിൽ തന്നെയാണ് ഇലഞ്ഞിത്തറ മേളം. അടുത്ത 2-2.5 മണിക്കൂറോളം സമയം ഈ ഇലഞ്ഞിത്തറ മേളം അരങ്ങേറുക. ഇതിലൊരു പ്രത്യേകത, ഈ പാണ്ഡ്യമേളം ക്ഷേത്രത്തിനകത്ത് കൊട്ടുന്നത് ഈ തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ് എന്ന പ്രത്യേകതയുണ്ട്. സാധാരണ പാണ്ഡ്യമേളം ക്ഷേത്രത്തിന് മതിലിന് പുറത്താണ് സാധാരണ പാണ്ഡ്യമേളം കൊട്ടുക. ക്ഷേത്രത്തിനകത്ത് കൊട്ടുന്നത് സാധാരണ പഞ്ചാരി മേളമാണ്. പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ക്ഷേത്രത്തിനകത്ത് പാണ്ഡ്യമേളം കൊട്ടുക എന്നുള്ളത്. അത് ഇലഞ്ഞിത്തറ മേളം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇലഞ്ഞിത്തറ മേളം 2:30 ആരംഭിക്കും. തുടർന്ന് അങ്ങോട്ട് 2-2.5-3 മണിക്കൂർ സമയം ഈ ആസ്വാദകരെ ഈ മേള ലഹരിയിൽ തന്നെ ആറാടിക്കുന്ന ഒരു കലാരൂപത്തിനാണ് അല്പസമയത്തിനകം തുടക്കമാകാൻ പോകുന്നത്. സിജു തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കൊടും വേനലിനെ, വലിയ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ നിരവധി പേർ ഈ ഇലഞ്ഞിത്തറ മേളം കാണാനായി ഈ തെക്കേ ഗോപുരനട വഴി അകത്തേക്ക് കയറും. അതിനുശേഷമാണ് അവിടെ 2:30 ഇത് ആരംഭിക്കുക. ഏതാണ്ട് 300-ൽ പരം വാദ്യകലാകാരന്മാർ ഈ മേളത്തിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ചെണ്ടയും കൊമ്പും കുഴലും ഇലത്താളമൊക്കെയായി 300-ലേറെ കലാകാരന്മാർ ഈ ഇലഞ്ഞിത്തറ മേളത്തിൽ അണിനിരക്കും. അത്രയും കൊടും ചൂടും വലിയ തിരക്കുമൊക്കെ ആണെങ്കിലും അതൊന്നും ആ സമയത്ത് അവരെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ഇലഞ്ഞിത്തറ മേളം ഏതാണ്ട് കൊട്ടി കലാശിക്കുമ്പോൾ വൈകിട്ട് 5 മണിയാവും. 5 മണിക്ക് ശേഷമാണ് വളരെ പ്രശസ്തമായ തെക്കോട്ടിറക്കം എന്ന് പറയുന്ന ചടങ്ങ്. ഈ രണ്ട് വിഭാഗത്തിൻ്റെയും തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെയും എഴുന്നള്ളിപ്പുകൾ, ആനകൾ ഈ പറയുന്ന തെക്കേ ഗോപുര നട വഴി, ഇപ്പോൾ ആന വരുന്നത് പോലെ തന്നെ തെക്കേ ഗോപുര നട വഴി പുറത്തേക്ക് ഇറങ്ങി ഈ തെക്കേ ഗോപുര നടക്ക് അഭിമുഖമായി അപ്പുറവും ഇപ്പുറവുമായി 15 ആനകൾ വീതം അണിനിരക്കും. അങ്ങനെ വൈകിട്ട് 5:30 ഏറെ വർണ്ണാഭമായ കുടമാറ്റം ആണ് 5:30 നടക്കുക. അത് ഇത്തവണ ചടങ്ങ് മാത്രമായിട്ടാണ്, പ്രതീകാത്മകമായി മാത്രമാണ് കുടമാറ്റം നടക്കുക. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയ ഇനം, പൂരത്തിലെ ഏറ്റവും ജനപ്രിയ, ഏറ്റവും ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ഇനമാണ് ഈ കുടമാറ്റം എന്ന് പറയുന്നത്. കാരണം 10-50ഓളം സെറ്റ് കുടകളാണ് ഇവർ ആ സമയത്ത് പുറത്തിറക്കി. അത് ആ സമയത്താണ് സർപ്രൈസ് പൊട്ടിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തവണ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് ചടങ്ങ് മാത്രമാണ്. 15 മിനിറ്റ് നേരം 15 കുടകൾ എന്ന ക്രമത്തിലാണ് കുടമാറ്റം നടക്കുക. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ കുടമാറ്റ ചടങ്ങ് ഉൾപ്പെടെ അവസാനിക്കുന്നതോടെ ഇന്നത്തെ പൂരം അവസാനിക്കും. പക്ഷേ രാത്രി പൂരമുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ പകലത്തെ മേളങ്ങളെല്ലാം രാത്രിയും എഴുന്നള്ളിപ്പുകളും പൂരവും ഒക്കെ ഉണ്ട്. പിന്നീട് പുലർച്ചെ വെടിക്കെട്ടാണ് നടക്കേണ്ടത്. പക്ഷേ വെടിക്കെട്ടും ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. അത് പുലർച്ചെ 3 മണി 4 മണി സമയത്താണ് വെടിക്കെട്ട് നടക്കേണ്ടത്. അതും ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 8 മണിയോടെ പകൽപൂരം ആരംഭിക്കും. അത് ഉച്ചയ്ക്ക് 12:30 പകൽപൂരവും അവസാനിക്കും. ഇരു ദേവിമാരും ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് ഈ 36 മണിക്കൂർ നീളുന്ന തൃശ്ശൂർ പൂരത്തിന് സമാപനമാവുക. അപ്പോൾ ഏതാണ്ട് പൂരം പകുതിയായി എന്ന് പറയാനാവില്ല. നാളെ ഉച്ചയായാൽ മാത്രമേ പൂരം സമാപിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട മേളങ്ങളിൽ ഒന്ന് ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തി. അത് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ്. ഇനി വളരെ പ്രശസ്തമായ ഇലഞ്ഞിത്തറ മേളം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. അങ്ങനെ ഉമേഷ്, നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ഈ പൂരം ഇപ്പോൾ പകുതി ആയിട്ടേ ഉള്ളൂ. നാളെ ഉച്ചയോടുകൂടിയാണ് പൂരം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുക. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു വെടിക്കെട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം വെടിക്കെട്ടിൻ്റെ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും ചടങ്ങുകൾക്ക് ഒരു മാറ്റമില്ലാതെ ചടങ്ങുകളെല്ലാം അതേപടി തൂരുന്നു. ഒരുപക്ഷെ ഏറ്റവും വർണ്ണാഭമായ രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് കുടമാറ്റവും ഈ വെടിക്കെട്ടും തന്നെയാണ്. അതിൽ കുടമാറ്റം 15 മിനിറ്റ് മാത്രം ഒരുക്കുന്നു. അതിനുശേഷം നാളെ ഒരുപക്ഷെ ഇന്ന് ഈ കുടമാറ്റം കഴിയുന്നതോടുകൂടി തന്നെ ഇത്തവണത്തെ പൂരം അതിൻ്റെ മേളം അവസാനിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? മേളം അവസാനിക്കുന്നില്ല സിജു. കാരണം ഇന്നിപ്പോൾ ഇലഞ്ഞിത്ര മേളവും തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മടത്തിലരവ് പഞ്ചവാദ്യവും ആ മേളം അവസാനിക്കും. രാത്രിയും മേളമുണ്ട്. ഈ പൂരങ്ങളൊക്കെ രാത്രിയും അവസാനിക്കും. രാത്രി മേളം എന്ന് മാത്രമല്ല നാളെ പകൽപ്പൂരമുണ്ട്. ആ പകൽപ്പൂരത്തിനും ഇരു വിഭാഗത്തിൻ്റെയും ചെണ്ടമേളമാണ് അരങ്ങേറുക. അപ്പോൾ ഈ മേളം അവസാനിക്കണമെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 12:30 ആവണം എന്നുള്ളതാണ്. അതാണ് ഞാൻ പകുതി പോലും ആയിട്ടില്ല ഈ പൂരം എന്ന് പറയാൻ കാരണം. ഏറ്റവും കൂടുതൽ മേള പ്രധാനമാണ് തൃശ്ശൂർ പൂരം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ പറയുന്ന മേളങ്ങൾ. അത് തിരുവമ്പാടി വിഭാഗത്തിൻ്റെയും പാറമേക്കാവ് വിഭാഗത്തിൻ്റെയും പല സമയങ്ങളിലായി പല മേളങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അത് നാളെ ഉച്ചയോടെ മാത്രമേ ഈ മേളങ്ങൾ അവസാനിക്കുകയുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മേളം ഇന്നിപ്പോൾ നടക്കും എന്നുള്ളതാണ്. അത് ഇലഞ്ഞിത്ര മേളമാണ്. അത് ഉച്ചയ്ക്ക് 2:30-ക്കാണ് ആ മേളം നടക്കാൻ പോവുക. ഇതെല്ലാം ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഈ മേളങ്ങളൊന്നും ഒഴിവാക്കാത്തത് എന്നുള്ളത് നേരത്തെ ദേവസ്വം തന്നെ വിശദീകരിച്ചിരുന്നു. കാരണം എല്ലാം ഇപ്പോൾ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ പാറമേക്കാവ് ഭഗവതി ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഈ സർവാഭരണ വിഭൂഷിതയായി ആനപ്പുറത്ത് എഴുന്നള്ളുകയും ആ മേളം നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് ആചാരത്തിൻ്റെ ഭാഗമാണ്. തിരുവമ്പാടിയുടെ മടത്തിൽ വരവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ മേളങ്ങളെല്ലാം ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഒന്നും മുടക്കം കൂടാതെ അതേപടി തുടരുന്നു. അത് കാണാൻ ആളുകളും ധാരാളമായി എത്തുന്നു. ഒഴിവാക്കിയത് വെടിക്കെട്ടാണ് പ്രധാനമായത്. അതും ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു ചടങ്ങാണ് ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത്. പുലർച്ചെ 4 മണിയാണെങ്കിലും ആളുകൾ ഉറക്കമിളച്ച് ആ വെടിക്കെട്ട് കാണാനായി ഈ പൂരനഗരിയിൽ തന്നെ തുടരും. ഇന്ന് രാത്രി കുടമാറ്റം അവസാനിക്കുന്ന സാധാരണഗതിയിൽ 7 മണിയോടെയൊക്കെയാണ്. പക്ഷേ 7 മണിക്ക് കുടമാറ്റം കഴിഞ്ഞാലും ആരും ഇവിടം വിട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. ഈ പൂരനഗരിയിൽ തന്നെ പല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് നേരം വെളുപ്പിക്കുക എന്ന് നമ്മൾ പറയുമല്ലോ. ആ തരത്തിൽ പുലർച്ചെ 4 മണി വരെയൊക്കെ ഇവിടെ തന്നെ തങ്ങി ആ 4 മണിക്ക് വെടിക്കെട്ട് കൂടി കണ്ടാണ് എല്ലാവരും സാധാരണ മടങ്ങാറുള്ളത്. അത് തൃശ്ശൂരിൽ നിന്ന് പുറത്തു നിന്ന് വരുന്നവരാണ് ഏറെയും. വിദേശത്തു നിന്ന് അടക്കം വരുന്നവരൊക്കെ ഈ പൂരത്തിൻ്റെ ഭാഗമായി ഇന്നും പുലർച്ചെ വരെയും ഒക്കെ തുടരാറുണ്ട്. നാളത്തെ പകൽപ്പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർക്കാർക്ക് വേണ്ടിയുള്ള പൂരം, തൃശ്ശൂർക്കാരുടെ പൂരം എന്നാണ് പറയുക. അത് ഈ ദേശക്കാരാണ് അധികവും ഉണ്ടാകാറുള്ളത്. പക്ഷേ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അതും നടക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വെടിക്കെട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. പിന്നീട് ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിക്കുന്ന കുടമാറ്റം, അതും പ്രതീകാത്മകമായി മാത്രമേ നടക്കുകയുള്ളൂ. മറ്റെല്ലാം ആചാരത്തിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്. അതുകൊണ്ട് മേളങ്ങൾക്ക് ഒരു കുറവുമില്ല. അത് ഇന്നും നാളെയും ഒക്കെ നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കുകയും ചെയ്യും. സിജു. പക്ഷേ സാധാരണഗതിയിൽ ഈ കുടമാറ്റം കഴിഞ്ഞ തവണയൊക്കെയാണ് 50ഓളം കുടകളാണ് ഒരേ സമയം മാറുക. 50 മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തവണ 15 കുടകൾ മാത്രമാണ് മാറുന്നത്. 15 മിനിറ്റ് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ഈ ദുരന്തത്തിൻ്റെ ഈ പശ്ചാത്തലത്തിലും കൊടും ചൂടിൻ്റെ പശ്ചാത്തലത്തിലും പൂരപ്രേമികൾക്ക് വിട്ടുനിൽക്കാൻ കഴിയുന്നില്ല. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി പ്രധാനപ്പെട്ട ചടങ്ങുകൾ രാവിലെ മടത്തിൽ വരവ് കഴിഞ്ഞു. ഇനിയിപ്പം ഇലഞ്ഞിത്തറ മേളം, അതിനുശേഷം തെക്കോട്ടിറക്കം, ഇനി കുടമാറ്റം. അതോടുകൂടി ഇന്നത്തെ പരിപാടികൾക്ക് സമാപനമാകുന്നു. അങ്ങനെയല്ലേ? അതെ, ഇന്നത്തെ പകൽ നടക്കുന്ന പരിപാടികൾക്ക് ഈ കുടമാറ്റത്തോടെയാണ് സമാപനമാവുക. ഈ സൂചിപ്പിച്ചതുപോലെ ഈ കുടമാറ്റം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആകർഷകമായ ഒരു ഇനമാണ്. കാരണം ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ്. കാരണം ഇന്നിപ്പോൾ ഈ കുടമാറ്റം സാധാരണ എല്ലാ വർഷവും കുടമാറ്റം നടന്ന് അവസാനിച്ചാൽ പിന്നീട് അടുത്ത വർഷത്തേക്കുള്ള കുടനിർമ്മാണം പിറ്റേന്ന് മുതൽ തന്നെ അവർ ആരംഭിക്കുകയാണ്. അത്രയും ദീർഘനാളത്തെ അവരുടെ അധ്വാനം കൂടിയാണ് ഈ ഒരൊറ്റ ദിവസം അവർ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും ആ നിർമ്മിക്കുന്നവർക്ക് മാത്രമാണ് എന്തൊക്കെയാണ് സർപ്രൈസായി വരാൻ പോകുന്നതെന്നുള്ള സാധാരണഗതിയിൽ അറിയാറുള്ളൂ. മറിച്ച് ആ സമയത്ത് ഈ വാനിലേക്ക് ഇത് ഉയർത്തുമ്പോൾ മാത്രമാണ് ഓരോ വിഭാഗവും ഒളിപ്പിച്ച അല്ലെങ്കിൽ അവർ രഹസ്യമാക്കി വെച്ച ആ സർപ്രൈസ് എന്താണ് എന്നുള്ളത് അറിയുന്ന നിമിഷം ആ കുടമാറ്റ സമയമാണ്. അത് ആദ്യം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് വളരെ വ്യത്യസ്തമാർന്ന കുടകളൊക്കെ കുടമാറ്റത്തിൻ്റെ ഭാഗമായി ഉയർത്താറുള്ളത്. LED കുടകളും അങ്ങനെ വളരെ വ്യത്യസ്തമായ കുടകൾ, ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് സാധാരണഗതിയിൽ നടക്കാറുള്ളത്. അത് ഈ ഒരു വർഷത്തിൻ്റെ അധ്വാനമാണ്. ഒരു വർഷം കൊണ്ടാണ് അവർ ഇത് നിർമ്മിച്ച് പ്രദർശിപ്പിക്കുന്നത്. അത് പക്ഷേ ഇത്തവണ ഒഴിവാക്കുകയാണ്. 15 മിനിറ്റ് നേരം എന്ന് പറയുമ്പോൾ പ്രതീകാത്മകമായി 15 കുടകൾ മുകളിലേക്ക് ഉയർത്തുന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് ആ കാഴ്ച ഇന്ന് ആളുകൾക്ക് കാണാൻ കഴിയില്ല. അത് അടുത്ത വർഷം അത് നടക്കുമെന്ന് കരുതാം. പക്ഷേ ഇത്തവണ അത് ഒഴിവാക്കിയിരിക്കുകയാണ്. ഏതായാലും
അതൊഴിച്ചു നിർത്തിയാൽ മറ്റൊന്നിനും ഒരു കുറവില്ല. ഇന്ന് കുടമാറ്റത്തോടെ ഇന്നത്തെ പൂരം താൽക്കാലികമായി അവസാനിക്കുമെങ്കിലും രാത്രി ഈ പൂരങ്ങളൊക്കെ ആവർത്തിക്കും. അർദ്ധരാത്രി തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ഒക്കെ എഴുന്നള്ളിപ്പുകൾ, മേളത്തോടു കൂടിയുള്ള എഴുന്നള്ളിപ്പുകൾ ഈ പൂരനഗരിയിൽ ഉണ്ടാകും. നാളെ പകൽപൂരത്തോടെ അവിടെയും മേളങ്ങളുണ്ട്. പകൽപൂരത്തോടെ ഉപചാരം ചൊല്ലിപ്പിരിയും. നാളെ ഉച്ചയ്ക്ക് 12:30 ഉപചാരം ചൊല്ലിപ്പിരിയുന്നത് വരെ ഈ പൂരം തുടരും. നാളെ ഉച്ചയ്ക്ക് 12:30 ഈ പൂരത്തിന് സമാപനമാവുക. ശരി, ഉമേഷാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പെരുമയെക്കുറിച്ച്, തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. ഏതായാലും വലിയ തരത്തിൽ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് പൂരം ഇത്തവണ അരങ്ങേറുന്നത്. വലിയ തരത്തിൽ ഒരു ദുഃഖം ആളുകൾക്ക്, മറ്റ് ജില്ലകളിലുള്ളവർക്ക്, തൃശ്ശൂരിലുള്ളവർക്കൊക്കെ വലിയ തരത്തിലുള്ളൊരു ദുഃഖമുണ്ട്. എങ്കിൽ പോലും പൂരം അങ്ങനെ ഒഴിവാക്കാൻ കഴിയുന്നില്ല. പൂരപ്പെരുമ അതേ മഹത്വത്തോടു കൂടി തന്നെ കൊണ്ടുപോവുകയാണ് പൂരപ്രേമികൾ. വിവരങ്ങളാണ് ഉമേഷ് പൂര നഗരിയിൽ നിന്ന് നൽകിയത്.